എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് തൃശ്ശൂരിലെ ചാക്കപ്പൻ ഓട്ടോമൊബൈൽസിലാണ്. കോർപ്പറേഷൻ കൗൺസിലറാണ്. പേരെന്നായിരുന്നു? സുനിത. അന്ന് ചേട്ടനെ അവിടെ വെച്ചപ്പോ പരിചയപ്പെട്ടോ? അന്ന് ചേച്ചിയെ പരിചയപ്പെടാൻ പറ്റില്ല. അന്ന് ഫോൺ ചെയ്തോളൂ, വീഡിയോ കോൾ ചെയ്ത് കണ്ടു. ഭയങ്കര ലഹളയായിരുന്നു. അപ്പൊ എനിക്കൊന്നും കേൾക്കണ്ടായിരുന്നില്ല പറയുന്നത്. ഇന്നിപ്പോ മീറ്റിംഗ് ഉണ്ട്, ഞാൻ പോണ വഴിയാണ്. ഇവിടെ എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ ജസ്റ്റ് ഒന്ന് കാണാൻ. ഒന്നുമില്ല, ഇത്ര കുറഞ്ഞ സ്ഥലത്ത് എങ്ങനെ നിങ്ങൾ ഇങ്ങനെ കുക്ക് ചെയ്യണോ അത്ര മാത്രം എനിക്കറിയണ്ടോ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഫുള്ള് അടുക്കളയും ഇത്രയധികം വെള്ളം കിട്ടിയിട്ട് നേരത്തിനൊന്നും ആവില്ല. അതിപ്പോ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന വെള്ളമല്ലേ കുറച്ച് അതിനകത്തുള്ള, അത് കഴിവതും ചെലവാക്കാതെ നോക്കും. പിന്നെ കുക്ക് ചെയ്യാന് വണ്ടിയിൽ നിന്ന് തന്നെ വെള്ളം എടുക്കാം, അല്ല പാത്രം കഴുകാനൊക്കെ ഞങ്ങൾ വെളിയിൽ നിന്ന് പിടിക്കും. ഞാനത് എപ്പോഴും പറയാം, അതൊരു വലിയൊരു അതിശയം തന്നെയാണ്. എനിക്ക് ആ നേരത്ത് സിംഗിൽ വന്നിട്ടുള്ള ആള് പാത്രം കഴുകാൻ തന്നെ ഇഷ്ടമല്ല. അപ്പൊ ഞാൻ പറയാം നിങ്ങളൊക്കെ പോയിട്ട് അല്ല, ഞാൻ വീട്ടിലാണേലും ഫുള്ള് പൈപ്പ് തുറന്നു വെക്കല, അങ്ങനെ ഒരു സൗണ്ട്, ഒത്തിരി വെള്ളം കളയില്ലേ. ആ നേരമാകുമ്പോ ഞങ്ങൾക്കൊരു മഞ്ഞ പോലെ അത് കണ്ടിരിക്കണം. ഞങ്ങളതിന് വ്യൂസ് കൂട്ടിട്ടുണ്ട്. ഞാനൊരു വട്ടം കാണും, പിന്നെ കയറി കാണും, പിന്നെ അപ്പൊ അതിന്റെ ഇടയിൽ വല്ല ഉറങ്ങിപ്പോയി കാണാൻ പറ്റാണ്ടായി വീണ്ടും റിപ്പീറ്റ് കാണും. നന്നാവുണ്ട് കേട്ടോ, നല്ല പരിപാടി. മക്കളൊക്കെ അന്വേഷണം പറയാം. ആകാശേ നല്ല തമാശകളൊക്കെ ഇടയ്ക്ക്, അതെല്ലാം കുഴപ്പമില്ല. അപ്പൊ ശരി. അപ്പോൾ അത് നമ്മുടെ 2-3 ഫാമിലി മെമ്പേഴ്സും കൂടെ എത്തിയിട്ടുണ്ട്. ഇപ്പൊ ഇവർ രണ്ടുപേരും രാജസ്ഥാനിലായിരുന്നു പറഞ്ഞു, ജയ്പൂരായിരുന്നു വർക്ക് ചെയ്തത് അല്ലേ? വർക്ക് ചെയ്ത് ജയ്പൂരായിരുന്നു. ഇപ്പം നാട്ടിലോ? ഇപ്പൊ നാട്ടിലുണ്ട്. രണ്ടുപേരും കല്യാണം അടുത്ത ദിവസം, എന്നാ അടുത്ത മാസോ? മാർച്ചില്. ഒരുപാട് സന്തോഷം. ശരിക്കും ഞങ്ങൾ വിചാരിച്ചില്ല കിട്ടുമോ, കാണാൻ പറ്റുമോ എന്നൊക്കെ. ഇങ്ങനെ ഭയങ്കര ലൈവിലാണ് പറഞ്ഞു കേട്ടതല്ലോ. അപ്പൊ പിന്നെ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തൊക്കെ ഇറങ്ങിയതാണ്. കറക്റ്റ് സമയമാണ്. ഇച്ചിരൂടെ കഴിഞ്ഞ് നമ്മള് പോയത്. ചേട്ടന്റെ ഭയങ്കര വലിയ അതെ അല്ലേ? എനിക്ക് ഭയങ്കര ഫാൻ കുറവാ. ഒന്നുമല്ല. അങ്ങനെയല്ല, അതായത് ചേച്ചീനെയും പിള്ളേരെയൊക്കെ കൊണ്ട് ഇങ്ങനെ ഡ്രൈവിംഗിലേക്ക് അങ്ങനെ ഇറങ്ങാൻ ചേട്ടനാണ്. അപ്പൊ എന്നെ ഇവനെ അങ്ങനെ പറഞ്ഞിട്ട് മോട്ടിവേറ്റ് ചെയ്യാം, നീ ഡ്രൈവ് ചെയ്യണം, ചേച്ചി അവിടെ വലിയ ഡ്രൈവ് ചെയ്യണ കണ്ടു, അതൊക്കെയാണ് ഇവര് പറഞ്ഞോണ്ടിരിക്കുന്നത്. എല്ലാരും ഈ ഫീൽഡിലോട്ട് വരട്ടെ, എല്ലാരും പിന്നെ ശരിക്കും നല്ല മോട്ടിവേഷൻ. നമുക്ക് അല്ല, പുറത്തിറങ്ങാത്ത ഇഷ്ടംപോലെ ആൾക്കാരുണ്ടല്ലോ, അവര് നോക്കുമ്പോ അത് തന്നെയല്ല. ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പം ഒരു എന്നാ പറയുന്നത്, ഡ്രൈവിംഗ് പഠിക്കുകയാണെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ആരെയും ആശ്രയിക്കാതെ സ്വന്തമായിട്ട് വണ്ടി ഓടിച്ചു പോകാം. അതൊരു വലിയ വണ്ടി അല്ലെങ്കിലും ചെറുവണ്ടി ആണെങ്കിലും. അപ്പൊ അതെ, ചേട്ടൻ രാവിലെ ഓഫീസിൽ പോകാൻ ഇറങ്ങിയല്ലേ? ഓഫീസിൽ പോയി മെസ്സേജ് കണ്ടത്. ഇന്നൊരു ക്ലയന്റിന്റെ അടുത്താണ്, ഓഡിറ്റർ ഓഫീസിൽ വർക്ക് ചെയ്യാം. ക്ലയന്റിന്റെ അടുത്ത് ചെന്നപ്പോ അങ്ങനെ മെസ്സേജ് ഉണ്ട്, ഒരു ആയുർവേദ ഹോസ്പിറ്റലാണ്. ഡോക്ടറെ അടുത്ത് പറഞ്ഞു ഇപ്പൊ പോയിട്ട് വരാം. പേരിന് രജു. കുറെ കാലമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ചേച്ചിയുടെ വീഡിയോസ് കാണാറ്. മുമ്പൊക്കെ വെച്ചാൽ നമുക്ക് ലോറി എന്ന് പറഞ്ഞാൽ അതിനെ പറ്റി അത്ര ലോറി അത്രയുള്ളൂ. വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇത് ഓടിക്കാൻ അത്ര പണിയുണ്ട്. മറ്റേ റോഡിൽ കാണുമ്പോൾ എങ്ങനെയാ വെച്ചാൽ ശരി, അത് പോയി കിട്ടിയാൽ മാറി, ഫുൾ മാറി. കുറച്ച് മെനക്കെടുള്ള പണിയാണ്. പിന്നെ വീട്ടിലെല്ലാരും ലോറി ഓടിക്കുന്ന ആൾക്കാരാന്ന് കണ്ടുപിടി നമുക്ക് ആകെ ആയിപ്പോയി. ഇവർക്ക് അമ്മയ്ക്ക് വരെ കാണിച്ചു കൊടുത്തു. എവിടെ വീട്? എവിടെ? ഒരു തവണ നിങ്ങൾ ആ വഴിക്ക് വന്നിട്ടുണ്ടാവും, മുളങ്ങുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് കഴിഞ്ഞ് കുറച്ച് ടൗണിലേക്ക് വരുന്നത്. ഒരു തവണ വന്നിട്ടുണ്ടെന്ന്. പിന്നെ വീട്ടിൽ നിന്ന് ഇതുപോലെ പുറത്തേക്ക് ഇതുപോലെ ലോറിയാണ്. അപ്പം നോക്കാം കുത്തേട്ടാണ്. ഇത് സ്ഥിരം പ്രേക്ഷകരായി. ഭക്ഷണം കഴിച്ചാലും കഴിച്ചിട്ട് ഇത് കാണും, വീഡിയോ കാണും. താങ്ക് യു. ശരി എന്നൊക്കെ. പിന്നെ പുള്ളിയുടെ വീഡിയോസും ഒക്കെ കാണാറുണ്ട്. സെപ്പറേറ്റ് ഇല്ല, ആകാശം കൂടെ ഉള്ള ഒരു ഫാനാണെന്ന് പറയാം. ചേച്ചി ഇവൻ പറഞ്ഞിട്ട് എനിക്കറിയാം, ഞാൻ അങ്ങനെ റീൽ വ്ളോഗ് കാണാറുണ്ട്. പറഞ്ഞതിന് ശേഷം അതെ, ഇവനാണ് ഞാനും കണ്ടോണെങ്കിൽ അവൻ പറഞ്ഞിട്ട്. ഞാൻ കണ്ടുതുടങ്ങിയത് എന്റെ സ്റ്റാർട്ടിങ് തൊട്ട്. അപ്പൊ എല്ലാരും കണ്ടതിൽ സന്തോഷം. ആണോ? ഒരാളൂടെ ഉണ്ട്, അതെവിടെ ഉണ്ട്. ശരി. അപ്പൊ അതെ, നമ്മുടെ ഫാമിലി മെമ്പർ ഒരാളും കൂടെ എത്തിയിട്ടുണ്ട്. ഒരാളുടെ കേട്ടോ, 2 പേര്. അച്ഛനും മോനെ. പേരെന്നാ? സന്ദീപ്. മോന്റെ പേരെന്നാടാ? ദേവനാഥ്. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 5ല്. വീട് എവിടെ? കുറുക്കഞ്ചേരി.
അപ്പം നമ്മളിവിടെ തൃശ്ശൂർ ലോഡ് ഇറക്കാൻ വന്നപ്പം ഒരുപാട് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ കാണാൻ പറ്റി. അതെ, നമ്മൾ ഉണ്ണാൻ പോയപ്പം കുറച്ച് പേര് വന്നായിരുന്നു. അവരെ തൊട്ട് കാണാൻ പറ്റിയില്ല. നമ്മൾ പോയിട്ട് വരാൻ ഇച്ചിരി ലേറ്റായി പോയി, അതുകൊണ്ട് അവരെ കാണാൻ പറ്റിയില്ല. പിന്നെ എന്നാലും വന്നവരെ എല്ലാവരും തന്നെ ഒരുപാട് പേരെ നമ്മൾ കാണാൻ പറ്റി. അതൊന്ന് തിരിയണമെങ്കിൽ നല്ല പാടാ, വണ്ടികൾ ഇങ്ങനെ പാഞ്ഞു വന്നുകൊണ്ടിരിക്കുക. ഈ സമയം കൂടെ അല്ലേ, 4 മണിയൊക്കെ കഴിഞ്ഞില്ലേ. നല്ല ട്രാഫിക്കാ. നമ്മൾ മണ്ണുത്തി എത്താൻ നല്ല സമയം എടുക്കും. വണ്ടി ഓടിച്ചിട്ട് 2 ദിവസമായി കേട്ടോ. അതെ, ഇന്നലെ വെളുപ്പിനെ ആരാ വണ്ടി ഓടിച്ചേ? വെളുപ്പിനെ അത് കഴിഞ്ഞ് പിന്നെ അവിടുന്ന് പെരുമ്പാവൂർ വരെ മെയിൻ ഡ്രൈവർ ഓടിച്ചു. അവിടുന്ന് തിരിച്ച് തൃശ്ശൂർ വരെ മെയിൻ ഡ്രൈവർ തന്നെ ഓടിച്ചു. രാവിലെ ഇന്നലെ ചേട്ടായല്ലേ ഓടിച്ചത്? രാവിലെ ഞാനാ ഓടിച്ചത്. ശരിയാ. ആകാശ്, അപ്പൊ നമുക്ക് വണ്ടി നേരെ നമുക്ക് ഭാരത് ബെൻസിന്റെ ഷോറൂമിൽ കൊണ്ട് കൊടുത്തിട്ട് വേണം പോകാൻ. അപ്പം നമ്മുടെ കോ ഡ്രൈവർ ഈ ട്രിപ്പ് ആദ്യം പടുത കയറി, അത് 2 പ്രാവശ്യം വരച്ച് പടുത ഒരു പരുവാക്കി, ഒരു പ്ലേറ്റ് ഓടിച്ചു, മെയിൻ പ്ലേറ്റ് ഓടിച്ചു. ഇതിനൊക്കെ കാരണം മലയാളി പറഞ്ഞ പ്രശംസയാണ്. എന്ത് പ്രശംസ? നീ പ്രാവശ്യം പണിയെടുക്കുന്നുണ്ടല്ലോ. നല്ല പണിയാ നീ എടുക്കുന്നത്. പടുതയും കീറി പ്ലേറ്റ് ഓടിച്ചു, നല്ല പണിയെടുക്കുന്നുണ്ട്. ഇതുപോലത്തെ കോ ഡ്രൈവർമാർ ഇനിയുണ്ടോ? അതെ, കിട്ടത്തില്ല കേട്ടോ, ഒരിക്കലും കിട്ടുകയില്ല. ആ ലെഫ്റ്റ് സൈഡിലെ ടയർ എവിടെ വരച്ചിട്ടുണ്ട്, അത് എവിടെ ആണെന്നുള്ള കാര്യമാണ് ഞാൻ മുമ്പേ കണ്ടേ. ഞാനല്ല, ഒന്നെങ്കിൽ ക്യാമറാമാൻ അല്ലേ മെയിൻ ആ, അത് ഉത്തരവാദിത്തപ്പെട്ടവരാരും ഇല്ലല്ലോ. എന്നോട് പറയണേ, പിന്നെ അത് എന്നാ മെയിൻ നമുക്ക് പിന്നെ ക്യാമറാമാനാന്ന് പറയാന്ന്. കൊള്ളാം. ഇപ്പൊ പടുത കീറി വെച്ചിട്ട് 1 മാസത്തെ ശമ്പളം പോയി. ഇപ്പൊ ലീഫ് കൂടെ മാറി കഴിയുമ്പോഴത്തേക്കും ശമ്പളമില്ല. ഡ്യൂട്ടി മാറ്റി കൊടുത്താലോ? അതിന് വേണ്ടി നിർത്തിയാണോ? മനുഷ്യൻ റെസ്റ്റ് എടുക്കണമെന്നാ നേരത്തെ ഉള്ള കാരണവന്മാര് പറഞ്ഞിരിക്കുന്നത്. പണ്ടത്തെ കാരണവന്മാരല്ലേ പറഞ്ഞേ? പണ്ടത്തെ കാരണവന്മാര് പറഞ്ഞേ ഒന്നേ ഉള്ളൊരു ഒലക്കൊക്കെ അടിക്കണമെന്ന്. വെൽക്കം. നമസ്കാരം. ആ വണ്ടി ഓടിക്കുന്നില്ലല്ലോ പരാതി. വണ്ടി പിന്നെ ഓടിച്ചേക്കാം. അപ്പൊ നമുക്കിപ്പോ കൊണ്ട ഈ വണ്ടി 66 കാലടിയിലും ഭാരത് ബെൻസിന്റെ സർവീസ് സെന്ററിൽ ഇട്ടിട്ട് വേണം പോകാൻ. അപ്പോൾ ഇതിൻ്റെ ഗ്ലാസ് ഒട്ടിച്ച കുറച്ച് ഒരു സൈഡ് ഇളകിപ്പോയി, അതൊന്ന് ശരിയാക്കണം. അത് ലീഫ് ഒടിഞ്ഞാൽ ശരിക്കും അങ്കമാലിയിൽ ലീഫിൻ്റെ മാത്രം വർക്ക് ചെയ്യുന്ന വർക്ക്ഷോപ്പുണ്ട്, അവിടെ മാറാമെന്ന് ഓർത്തായിരുന്നു. പക്ഷേ ഇന്ന് നടക്കുമെന്ന് തോന്നുന്നില്ല, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് വേണം അതുകൊണ്ട് ഒന്ന് ചെയ്യാൻ. കേരളത്തിൽ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണാറില്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ കുറേ കാലങ്ങളായിട്ട് നമ്മുടെ അതിഥി തൊഴിലാളികളുള്ളതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള കാഴ്ചകളും നമുക്ക് കാണാം. അല്ലെങ്കിൽ നമ്മൾ കേരളത്തിന് വെളിയിലോട്ട് പോകുമ്പോഴല്ലേ ട്രാക്ടറിലും ഇങ്ങനെയൊക്കെ പണിക്കാർ പോകുന്നത് കണ്ടിട്ടുള്ളൂ. ഇതൊക്കെ നമ്മുടെ പെരുമ്പാവൂരേക്ക് പോകുന്ന തടികളാണ്, പഴുതടികൾ. ഈ തടികളെല്ലാം ഇനി പ്ലൈവുഡായിട്ട് വരും. അന്നേരം അത് തന്നെ നമ്മൾ ലോഡ് കയറ്റിക്കൊണ്ട് ഓരോ സ്ഥലങ്ങളിലേക്ക് പോകും. എന്താണല്ലോ ഈ ട്രിപ്പേ എല്ലാം കൊണ്ടും വ്യത്യസ്തമായ ഒരു ട്രിപ്പായിരുന്നു. എന്താണെന്ന് ചോദിച്ചാൽ പിന്നെ അങ്ങോട്ട് പോയി വ്യത്യസ്തമായ ലോഡ്, തേക്കുംതടി, നിലമ്പൂർ തേക്ക്. തിരിച്ചു വന്നതും നമ്മളിതുവരെ കയറ്റാത്ത വ്യത്യസ്തമായൊരു ലോഡ് CNG സിലിണ്ടർ. പിന്നെ അതേപോലെ തന്നെ മെയിൻ ഡ്രൈവർക്ക് ഇത്രയും വയ്യാഴിക വണ്ടിയെ വന്നിട്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല, ആദ്യമായിട്ടാണ്. നല്ല ചെറിയ തോതിലൊക്കെ തട്ടിമുട്ടി അങ്ങ് പോവായിരുന്നു. അപ്പം നമ്മൾ കാലടിയിലുള്ള ഭാരത് ബെൻസിൻ്റെ ഷോറൂമിലെത്തി. അപ്പോൾ ഇവിടെ ശരിക്കും ബോഡി പണികളാണ് ഇവിടെ ചെയ്യുന്നത്, ബോഡി വർക്കുകളും പെയിൻറ്റിങ് അങ്ങനെയുള്ള സംഭവങ്ങൾ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഈ ഗ്ലാസ് ഒന്നാളത് ഒട്ടിച്ച, പക്ഷേ ആ ഒട്ടിച്ച ശരിയായിട്ടില്ല. അപ്പോൾ ഒന്നുകൂടെ ഇളക്കി ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. ഗ്ലാസ്സിന് ഇടവഴി ചെറിയ ഗ്യാപ്പുണ്ട്, എന്നിട്ട് കാറ്റും പൊടി കൊതുകും ഒക്കെ അതിലേക്ക് കയറിയേ മെയിൻ ഡ്രൈവറെ തന്നെ കുത്തും. അതെ, ഇതെവിടെ ഇടും എന്നുള്ളൊരു കാര്യമാണ്. അകത്തോട്ട് കയറ്റിട്ടോ, നമ്മുടെ തന്നെ വേറെ 1-2 വണ്ടി, ഒരു വണ്ടി ഉണ്ടെന്ന് തോന്നുന്നു അവിടെ. അതെ, നമ്മുടെ ഒരു വണ്ടി കിടപ്പുണ്ടല്ലോ, ഇതെവിടെ ഇടും? അതിനിടയ്ക്ക് ഒരു പിക്കപ്പ് കിടപ്പുണ്ട്. തിരിച്ചോടി പോട്ടെ. ഇവിടെ കൂടുതലും ആക്സിഡൻറ്റ് വർക്കുകളാണ് കൂടുതൽ ചെയ്യുന്നത്. പിന്നെ പെയിൻറ്റിങ്ങും ടെസ്റ്റ് വർക്കുകളും ഒക്കെയാണ് കൂടുതലും ചെയ്യുന്നത്. മെക്കാനിക്കൽ വർക്കുകളൊക്കെ അത്താണില്ല ചെയ്യുന്നത്. ഇത് നമ്മുടെ ഒരു വണ്ടിയാണ്. കഴിഞ്ഞ ദിവസം ഒരു കാറുകാരൻ വന്ന് ഇടിച്ച അതാ ഇത് കണ്ടോ. ഇപ്പോൾ ഈ പീസ് പോയായിരുന്നു, ഹെഡ്ലൈറ്റ് പോയി, അതേപോലെ തന്നെ ഈ ഫുഡ് സ്റ്റെപ്പ് പോയി, ഒരു ടയറും പൊട്ടിപ്പോയി, പുത്തൻ ടയർ. ഇതിപ്പോൾ പുതിയ ടയർ ഇട്ട് പണിയെല്ലാം കഴിച്ച് നിർത്തിയേക്കുക. അപ്പം ഏകദേശം ഇതിന് എസ്റ്റിമേറ്റ് ഒരു 1,20,000 രൂപയാണ്.
അപ്പോൾ ഇത് ബമ്പർ ടു ബമ്പർ അല്ല. ബമ്പർ ടു ബമ്പർ 5 വർഷം കിട്ടുള്ളൂ. ഇത് 5 വർഷം കഴിഞ്ഞ വണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പകുതി നമുക്ക് പൈസ കിട്ടുള്ളൂ. ഒരു 60 രൂപ കിട്ടുമായിരിക്കും. ബാക്കി 60,000 രൂപ കയ്യിൽ നിന്ന് പോകും. കയ്യിൽ നിന്ന് പോകുന്നത് തന്നെയല്ല, ഇതൊരു ഇപ്പോൾ ഈ പണി കഴിഞ്ഞിട്ട് ഇനിയിപ്പം സർവേയർ വന്ന് നോക്കിയാലേ വണ്ടി എടുക്കാൻ പറ്റുള്ളൂ. ഇത് മാറി ടയറാണ്. അപ്പോൾ ഇതെല്ലാം അവർ വന്ന് ഇൻസ്പെക്ട് ചെയ്യണം. അത് കഴിഞ്ഞിട്ടേ വണ്ടി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എങ്ങനെ വന്നാലും ഒരു 15-20 ദിവസം പോകും. അതേപോലെ അല്ല തന്നെ ഇത്രയും പൈസ നമ്മുടെ കയ്യിൽ നിന്ന് 2 ട്രിപ്പും മുടങ്ങും. 2-3 ട്രിപ്പും പോവും, ഇത്രയും പൈസയാവും. അപ്പം ബമ്പർ ടു ബമ്പർ ആണെങ്കിൽ പിന്നെ അധികം കയ്യിൽ നിന്ന് പൈസ പോകത്തില്ല. അപ്പോൾ ഈ വണ്ടിയുടെ പല കണക്കുകൾ നമ്മൾ കൂട്ടുമ്പോഴും ഇങ്ങനെ ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടായാൽ ഇതുപോലെ ദിവസങ്ങൾ പോകും. എന്നാലും EMI ചാലുമായിരിക്കും. EMI വ്യത്യാസം വരത്തില്ല, ഒരു ദിവസം പോലും മാറത്തില്ല. അപ്പോൾ നമ്മുടെ നിലവിൽ 66 കൂടെ 2 വണ്ടിയും കൂടി ഇവിടെ ഉണ്ട്. അപ്പോൾ അതുകൂടെ കാണാം. ഇതൊരെണ്ണം. അപ്പോൾ ഇത് പണി കഴിഞ്ഞിറക്കി ഇനിയിപ്പോൾ തിങ്കളാഴ്ച ഒന്ന് സർവേർ നോക്കിക്കഴിഞ്ഞാൽ വണ്ടി എടുക്കാം നമുക്ക്. ഇത് രത്നഗിരിക്ക് അപ്പുറം വെച്ചുണ്ടായ അപകടം. അപ്പം ശരിക്കും കാറ് വന്നിടിച്ചിട്ട് റോങ് സൈഡിൽ നമ്മുടെ കാറുകാരൻ റോങ് സൈഡ് വന്നിട്ട് നമ്മുടെ വണ്ടിയുടെ അടിയിലോട്ട് ഇടിച്ച് കയറിയത്. കാറ് ടോട്ടൽ ലോസ് ആയിപ്പോയി. ഭാഗ്യത്തിന് ഡ്രൈവർക്കൊന്നും പറ്റിയില്ല. ഛത്തീസ്ഗഡ് വണ്ടിയായിരുന്നു. പിന്നെ കേസാക്കി പോകുന്ന അല്ല ഒന്നും എന്നാൽ ഇത്രയും പൈസ അവരെ കൊണ്ട് തരാൻ പറ്റില്ല. അപ്പം നമ്മളെത്ര സൂക്ഷിച്ച് പോയെന്ന് പറഞ്ഞാലും ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും. പിന്നെ കൂടുതൽ അപകടങ്ങളും ഒരു 90% അപകടവും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഡ്രൈവർമാരുടെ ശ്രദ്ധ കുറവുകൊണ്ട് സംഭവിക്കുന്ന. ഇതിപ്പം ലോറിയുടെ ഡ്രൈവറല്ല, കാറ് വന്നത് റോങ് സൈഡ് വന്നാൽ ഒന്നെങ്കിൽ അയാൾ മയങ്ങിപ്പോയതാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും എന്താ സംഭവിച്ചതെന്ന് അറിയത്തില്ല. അപ്പം ആരും അറിഞ്ഞുകൊണ്ട് കൊണ്ട് ഇടിച്ച് കയറ്റുകയല്ലോ. അതെ, ഇവിടെ 2 വണ്ടി കിടപ്പുണ്ട് നമ്മുടെ. ഇത് 16 ഇതൊരു ബസ്സുമായിട്ട് തട്ടിയതാണ്. ഇത് പിന്നെ 56 കഴിഞ്ഞ ട്രിപ്പ് ആകാശ് പോയ വണ്ടിയാണ്. ഈ വണ്ടിയുടെ വേറെ പണിയൊന്നുമില്ല. അതിൻ്റെ ഗ്ലാസ് ഒന്ന് വിരിഞ്ഞിട്ടുണ്ട്. അത് കുറച്ച് നാളായി. അപ്പോൾ അത് മാറാൻ വേണ്ടി കൊണ്ടുവന്ന അതുകൊണ്ട് ആ വൈപ്പറിൻ്റെ അടിയിൽ നിങ്ങൾ 66 തന്നെ ചവിട്ടി പുറത്താക്കി കഴിഞ്ഞപ്പോൾ എന്നെ മാത്രമായിട്ട് കൊണ്ട് നടന്നുകൊണ്ടിരുന്ന വണ്ടിയാണ്. അതെ, ഞാൻ പൊന്നെ സർലേന്ന് പറഞ്ഞാൽ നടത്തി. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് സർലേക്കിട്ട് ഓരോ ചവിട്ടം തൊഴിയും കൊടുക്കുമായിരുന്നേ ഉള്ളൂ. ഇതൊരു വക, ഇത് കുഞ്ഞമ്മാവൻ വക. വേണ്ട, ഇതൊരു ബസ്സുമായിട്ട് തട്ടിയതാണ്. ഇതും അവിടെ കർണാടകയിലോ ഗോവയിലോ അവിടെ ആ ഭാഗത്ത് എവിടെ വെച്ചോ. ഇനി കറക്റ്റ് ആണെങ്കിൽ രാജേഷിനോട് ചോദിച്ചാലേ അറിയത്തുള്ളൂ. പുറകോട്ടൊന്നും കുഴപ്പമില്ല. ഇവിടെ ഇത്രയും അങ്ങ് പോയി. ഡോറ് പോയെന്ന്. ഡോറും പോയി. ഡോറ് പോയി, കവിള് പോയി. ഇത് അതിനെക്കാട്ടി കൂടുതൽ പണിയുണ്ട്. അതെ. പിന്നെ ടയർ പോയിട്ടില്ലെന്ന് തോന്നുന്നു. ടയർ വണ്ടി കിടന്ന ടയർ. അപ്പം നമ്മളിങ്ങനെ നടക്കുമ്പോഴും ഇതുപോലെ സൈഡിൽ കൂടെ ഓരോ വിഷയങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതൊന്നും നമ്മൾ വ്ളോഗിനകത്ത് പറയാത്തതും കാണിക്കാത്തതുമാണ്. അങ്ങനെ എന്തെല്ലാം എത്ര സംഭവങ്ങൾ. അതെ, ഇതിപ്പോൾ ഇങ്ങനെ നമ്മളിവിടെ വന്നതുകൊണ്ട് വണ്ടി ഇവിടെ കിടന്നുകൊണ്ടാണ് ഇതെടുത്തത്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇതൊന്നും കാണുന്നില്ലല്ലോ. എവിടെയെങ്കിലും പോയി ലോഡ് ഇറക്കിയിട്ട് നേരെ വർക്ക്ഷോപ്പിലേക്ക് വരികയല്ലേ ചെയ്യുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് അവസ്ഥ. അപ്പോൾ നമുക്കെന്നാൽ നമ്മളിപ്പോൾ ഒരു വണ്ടി വരും. വണ്ടി വന്നിട്ട് നമുക്ക് പോകാം. സാധനങ്ങളൊക്കെ എടുത്തോ വണ്ടിയെന്ന് എടുത്തോണ്ടിരിക്കുക. ഇതൊക്കെ കണ്ടപ്പോഴത്തേനും മനസ്സ് വല്ലാതായിപ്പോയി. ഇതൊക്കെ ചെറുത്. അതുപോലെ നമ്മുടെ ഒരു വണ്ടിയും കൂടി ഇവിടെ ഉണ്ടായിരുന്നു, 71. അതെന്നാ സംഭവം എന്ന് ചോദിച്ചാൽ വളാഞ്ചേരിക്ക് അപ്പുറം വെച്ച് നമ്മുടെ വണ്ടി സൈഡിൽ കൂടെ തന്നെ പോകുമായിരുന്നു. പുറയിൽ വേറൊരു വണ്ടി വന്നിട്ട് ഉറങ്ങി വന്നിട്ട് ഇതിന് പുറയിൽ വെച്ചു. അത് ഇന്നാണ് നമ്മുടെ ഒരു വീഡിയോ. അത് കുറേ ദിവസമായി. അത് ഈയിടെ പണി തീർത്ത് കിട്ടിയത്. ബാഗിൽ വന്നിടിച്ചിട്ട് ചെറിയ ബാഗ് ബെൻഡായിപ്പോയി. അത് പണി തീർന്ന് ഇപ്പം കൊണ്ട് ഓഫീസിൽ കൊണ്ടിട്ടേ ഉള്ളൂ. ഇനി തിങ്കളാഴ്ച അങ്ങനെ അത് ലോഡ് കയറ്റാൻ പറ്റുള്ളൂ. ഒരു മാസം എനിക്ക് തോന്നുന്നത്. അത് ഒരു വീഡിയോക്കകത്ത് നമ്മൾ പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ കൂടെയുള്ള കാര്യങ്ങളാണെന്ന് പറയായിരുന്നു. EMI ഉള്ള വണ്ടിയാണെങ്കിൽ EMI ഉള്ള വണ്ടിയാണെങ്കിൽ അത് എല്ലാം കയ്യിൽ നിന്ന് അന്നേരം അടയ്ക്കണം. ഈ പൈസ പണിയാനുള്ള പൈസ മാത്രമല്ല, ലോൺ അടയ്ക്കാനുള്ള പൈസയും കൂടെ കൈ കാണണം. ആ സമയത്ത് ടാക്സും കൂടെ വരണം അടയ്ക്കാൻ. അതൊക്കെ വരും കൂടെ, സൈഡിൽ കൂടെ വരും. അതെ. ഒരു കാര്യം മറന്നുപോയി. നമ്മുടെ കോ ഡ്രൈവർക്ക് ഗിൽറ്റി ഹോഗയായ ഒരു കാര്യമുണ്ടല്ലോ. ഗിൽറ്റി ഹോഗയായ കാര്യമോ? അതെ, നമ്മുടെ പ്ലേറ്റ് ഒടിഞ്ഞില്ലേ. കോ ഡ്രൈവറുടെ കാര്യമൊന്നും അല്ലത്. കാണിക്കാം എന്നിട്ട് പറയാം. അല്ല, കോ ഡ്രൈവർ ചുമ്മാ തമാശന് പറഞ്ഞല്ലേ. അതെ, ഇതുണ്ടോ. അപ്പം നമ്മുടെ മെയിൻ ലീഫാണ് ഒടിഞ്ഞത്. ഇപ്പോൾ ഇതാണ് മുമ്പേ പറഞ്ഞത്. ഇതുണ്ട്, അവിടെ ഒരു കറുപ്പ് കണ്ടോ ഇത് ഈ സൈഡിൽ. അത് ചെറിയൊരു കേടാണ്, ലീഫിൻ്റെ കേടോ എന്തോ അത്, അല്ലെങ്കിൽ ക്രാക്കായിട്ടിരുന്ന. അപ്പോൾ അതുകൊണ്ട് ചവിട്ടും കൂടെ ചെയ്തപ്പോൾ പെട്ടെന്ന് അതിലേക്ക് ഇരുത്ത് വന്നിട്ട് ഒടിഞ്ഞ. അത് തന്നെ ഇച്ചിരി ഫ്രണ്ട് വെയിറ്റ് ആയിരുന്നു നമ്മുടെ ലോഡും. അതിങ്ങനെ തന്നെ ഓടിച്ചു പോന്നു. വലിയ കുഴപ്പമില്ലാതെ, കുഴപ്പമൊന്നും ഉണ്ടായില്ല. പിന്നെ കട്ടറിലൊന്നും വലിയധികം ചാടിക്കാതെയും പിന്നെ കൂടുതൽ ഓടിക്കാതെയും ഒക്കെ വലിയ ചവിട്ടാതെയൊക്കെ ഞങ്ങൾ പതുക്കെ ശ്രദ്ധിച്ച് ഓടിച്ചിങ്ങ് പോന്നു. ഇനിയിപ്പോൾ ഇത് മാറണം. ഇത് ഇനിയും ലീഫിൻ്റെ വർക്ക് ചെയ്യുന്നിടത്ത് വേണം ഇത് മാറാൻ. അല്ല, ഇനി ഞങ്ങൾ 2 ദിവസം കഴിഞ്ഞ് എടുത്തോണ്ട് പോകാം കേട്ടോ. ഇവിടെ കിടന്നോ. അതെ. അപ്പം ഇനിയിപ്പോൾ നമ്മുടെ ജവാൻ്റെ അടുത്തോട്ടാണ് പോകുന്നത്. അപ്പം വണ്ടിയിലെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഇന്നോവയ്ക്കകത്ത് വെച്ചു.
അപ്പം നമ്മളതേ നമ്മുടെ തോക്കുമാരുടെ വണ്ടിയുടെ അടുത്തെത്തി. ഇനിയിപ്പോൾ നമുക്ക് ഈ വണ്ടിയും കൊണ്ട് അങ്ങ് പോവാം. സാധനമൊക്കെ എടുത്തു വെച്ചോ? എല്ലാം എടുത്തു വെച്ചു. അപ്പോൾ അതെ നമ്മുടെ എബിൻ്റെ പപ്പായും മമ്മിയാണ്, ഇത് എല്ലാവർക്കും അറിയാമല്ലോ. ഇടയ്ക്കിടയ്ക്ക് ഇപ്പം എല്ലാവർക്കും അറിയാമല്ലോ. അതെ. അപ്പോൾ ഇത് എബിൻ്റെ പപ്പായുടെ അനിയൻ്റെ മകൻ പേരെന്നാ? കെൽവിൻ. യെസ്. അപ്പോഴേ ഇനിയും നമ്മുടെ തോക്കുമാരുടെ വണ്ടിക്ക് കുറച്ച് പരിപാടികളുണ്ട്. പണി അങ്ങോട്ട് തീരുന്നില്ലല്ലേ? ഇലക്ട്രിക്കൽ വർക്ക് ഒന്നും ചെയ്തിട്ടില്ല. ഇനിയിപ്പം എല്ലാ കണക്ഷനെല്ലാം കൊടുക്കണം. ഇൻഡിക്കേറ്റർ, ഓണ്, ബ്രേക്ക് ലൈറ്റ്, പാർക്ക്, അതെല്ലാം ഇലക്ട്രിക്കൽ വർക്കുകൾ കുറേ ഉണ്ട്. അതെല്ലാം കൂടെ ഇനി ചെയ്യും. അതുകൂടെ കഴിഞ്ഞാൽ ഓക്കെ ആയി. പിന്നെ ഗിയർ ലിവറിൻ്റെ ബോട്ടിൻ്റെ അവിടെ ഇവിടെ ഇച്ചിരി പരിപാടിയുണ്ട്. പിന്നെ കുറച്ച് ഈ ഇൻറ്റീരിയറൊക്കെ ഇച്ചിരി സംഭവങ്ങൾ ചെയ്യാനുണ്ട്. അതെ, അവിടെ നാട്ടിൽ നിന്നാലേ പറ്റുള്ളൂ. വണ്ടിയുടെ അടുത്ത് നിന്ന് ഓരോന്നോരോന്ന് പറഞ്ഞ് ജയിക്കണം, എന്നാലേ നടക്കുള്ളൂ, എന്നാലേ പണി തീരുള്ളൂ. അങ്ങനെ അവിടുത്തെ ഇരിപ്പ് എങ്ങനെയുണ്ട്? അവിടുത്തെ ഇരിപ്പൊന്നും കുഴപ്പമില്ല, നല്ല സുഖമാണ് അല്ലേ? 66-നെക്കാട്ടി പൊക്കമല്ലേ? 67-നെക്കാട്ടിലും പൊക്കമാണ്. ആനപ്പുറത്തിരിക്കുന്നതിനെക്കാട്ടി പൊക്കമാണ് എനിക്ക് തോന്നുന്നത്. നല്ല വഴിയെ പോകുമ്പോൾ നല്ല അടിപൊളിയാണ്. പക്ഷെ ഇത് ഓഫ് റോഡ് പോയാലും രസമുള്ളതാണ്. മോശം വഴിക്ക് പോകുമ്പോൾ കുലുക്കമുണ്ട്. അപ്പൊ നമ്മളങ്ങനെ അതേ ഏറ്റുമാനൂരേക്ക് എത്തി. 18ാമത്തെ ദിവസം. അതെ, 18ാമത്തെ ദിവസമൊക്കെ കഴിഞ്ഞു. 19ാമത്തെ ദിവസമായി, മണി 12 കഴിഞ്ഞു. അപ്പോൾ നമ്മളതേ നീണ്ട 19ാമത്തെ ദിവസം വീട്ടിലെത്തിയിരിക്കുകയാണ്. ഇതെന്താ? വെഡിങ് ആനിവേഴ്സറി സ്പെഷ്യൽ. അതെ, കഴിഞ്ഞു. എന്നാലും ശരി, നിങ്ങളപ്പോൾ പ്ലാൻ ചെയ്തായിരുന്നല്ലോ, എന്നിട്ട് ഞങ്ങൾക്ക് സർപ്രൈസ് ആണ്. ഇപ്പോഴേ ഞങ്ങൾ രണ്ടുപേരെയും കൂടെ അല്ലേ കൊണ്ടുവന്നിട്ടുണ്ട്, അവരെ കൂടെ വിളിക്കാം. അതെ, ഹാപ്പി റിലേറ്റഡ് ആനിവേഴ്സറി. 23 വർഷത്തെ ഗിഫ്റ്റ് ഒന്നും മേടിച്ചില്ല ഞങ്ങൾ. ഇവർക്ക് റോസാപ്പൂ ഒന്നും ഇഷ്ടമല്ല. ഇളയ കൊച്ചിന് ഇച്ചിരി കൊടുത്തേക്കാം. ഇളയ കൊച്ചിന് കൂടുതൽ കൊടുത്തു. അതെ അതെ. ഇനി നമുക്ക് അങ്കിളിന് കൊടുക്കാം. ഇവര് 23 വർഷമായി. അങ്കിളിനും വേണ്ട അടുത്ത വർഷം 23. അപ്പം ലഗേജൊക്കെ അങ്ങ് ഇറക്കിക്കോ തന്നെ. എബിനാ ലഗേജും കൊണ്ട് വന്നത്. നിന്റെ ലഗേജ് ഇതിനകത്തുണ്ടല്ലോ അല്ലേ? അപ്പം ഗുജറാത്ത് യാത്രയൊക്കെ കഴിഞ്ഞിട്ട് ഇന്നലെ രാത്രി നമ്മൾ വീട്ടിലെത്തി. അപ്പോൾ നമ്മൾ വീട്ടിലെത്തിയപ്പോൾ കുറച്ച് പേരൊക്കെ ഉറങ്ങിപ്പോയായിരുന്നു. അച്ഛമ്മ നല്ല ഉറക്കമായിരുന്നു. ഞാനൊരു 11:30 വരെ നോക്കിയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ കണ്ണിന് ചെറിയ വേദനയൊക്കെ തന്നെ. പിന്നെ അപ്പോഴേ പോയി കിടന്നു. പക്ഷെ ദാമി ഉറങ്ങാതെ നോക്കിയിരുന്നു കേട്ടോ. പിന്നെ നിങ്ങൾ വരുമ്പോ എഴുന്നേക്കാകൊണ്ടായിരുന്നു കിടന്നത്. പിന്നെ ഒന്നും അറിഞ്ഞു ഇല്ല. വന്നിട്ടേ ഈ പിള്ളേരെല്ലാരും കൂടെ ഇവിടെ കിടന്നൊരു ഒച്ച ഉണ്ടാക്കിയപ്പോ നിങ്ങൾ വന്നെന്ന് പറഞ്ഞ് എഴുന്നേറ്റ് അത് ഞാൻ നോക്കിയപ്പോ വന്നോ. അപ്പൊ ഞങ്ങളില്ല, അവര് വന്നില്ല, പിള്ളേരെ ഒച്ച എടുത്ത. പിന്നെ കണ്ടിട്ടില്ല. ദാമിക്കുട്ടി പക്ഷെ ഉറങ്ങിയില്ല. ചേട്ടാച്ചനും ചേച്ചിയൊക്കെ ഉറങ്ങിപ്പോയി. പക്ഷെ ദാമി ഞങ്ങളെ നോക്കിയിരുന്നു. അയ്യോ, ദാമു ഉറങ്ങില്ല. ഞാനോർത്ത് ദാമും കിടന്ന് കാണുന്നു. പിന്നെ നിങ്ങളുടെ യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല, നല്ലായിരുന്നു. വന്നു ചുമ അടിച്ചു. വന്നു കഴിഞ്ഞപ്പോഴത്തേനും മുത്തനും ചുമയും ജലദോഷമൊക്കെ സൗണ്ട് പോയി. അതിപ്പോ എല്ലാവർക്കും ഉണ്ടാകുന്ന എന്തോ സംഭവം, വൈറസാന്ന് തോന്നുന്നു. കൊറോണ പോലൊരു വൈറസാന്ന് തോന്നുന്നു. പിന്നെ പൊന്നുകുട്ടിക്ക് അടുത്ത ദിവസം ചെന്നൈക്ക് തിരിച്ചു പോകണം. അതല്ല, എബിനൊക്കെ ഉണ്ടായിരുന്നു. എബിനും അമ്മും ഉണ്ടായിരുന്നു. അവർ രാവിലെ പോയി. അപ്പം പിന്നെ ഇനിയിപ്പോ പൊന്നുനെ അടുത്ത ദിവസം കുറേ ദിവസത്തെ ക്ലാസ് പോയി. അതെ, അപ്പം പൊന്നുനെ ഇന്ന് ബാക്ക് ചെയ്തേക്കാം. പൊന്നു പോകുന്നതിന് മുമ്പ് ഇവരുടെ ഒരു വീഡിയോ എടുക്കണ്ടേ നമുക്ക്? പിന്നെ നിങ്ങളുടെ യാത്രാനുഭവങ്ങൾ പറയണം. അതൊന്ന് കാര്യം വീഡിയോ കണ്ടെന്ന് പറഞ്ഞാലും അതിലില്ലാത്ത കാര്യങ്ങളും ഒക്കെ പലതും ഉണ്ടാവുമല്ലോ. അപ്പം അതിനെക്കുറിച്ചൊരു വീഡിയോ ഇപ്പം നമ്മൾ അടുത്തായിട്ട് ചെയ്യാം. അത് അതൊക്കെ ചെയ്തിട്ട് വേണം പോകാൻ. ബസ് വൈകുന്നേരമല്ലേ? ബുക്ക് ചെയ്തിട്ടില്ല, ഞാനിങ്ങനെ നിൽക്കുക ഇത് കഴിഞ്ഞിട്ട് പോകാൻ. അപ്പം എന്നാണേലും അത് തന്നെയല്ല,
പ്രേക്ഷകർക്കും ഒരുപാട് ആഗ്രഹം ഉണ്ടായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാൻ. കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ ഇത്രയും ദൂരം ഇത്രയും ദിവസം യാത്ര ചെയ്ത് പിന്നെ കാറിൽ തന്നെ ഇത്രയും സ്ഥലങ്ങളിൽ കൂടെ പോയില്ലേ. സേഫ്റ്റി എല്ലാവരും മെയിനായിട്ട്. അതാ മെയിനായിട്ട്. അപ്പം അതിനെക്കുറിച്ച് കുറച്ച് ചോദ്യങ്ങളൊക്കെ ഞാൻ ചോദിക്കാം. അപ്പം അതിന് മറുപടി കറക്റ്റായിട്ട് ഈ പറഞ്ഞാൽ മതി. ഞാൻ എപ്പോഴും ഓർക്കും ഇവർ തന്നെ എങ്ങനെ ഇങ്ങനെ ഇത്ര അകലെ പോയെന്നും അച്ഛൻ ഭയങ്കര ടെൻഷനാണ്. ഇവിടെ വന്നപ്പോഴും ചോദിച്ചു നിങ്ങൾ എങ്ങനെ ഇത്രയും ദിവസം. പക്ഷെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ടെൻഷനും ഇല്ലായിരുന്നു. ഇല്ല അധികം വിളിച്ചിട്ട് പോലും ഇല്ല. ഇല്ല അച്ഛൻ എന്നോട് ഈ പിള്ളേരെ എവിടുത്തെ അച്ഛനോട് ഞാൻ ടെൻഷൻ അടിക്കണ്ട അവർ ഇത്ര പ്രായമില്ല. ഞാൻ സൂര്യയോട് ചോദിച്ചു എപ്പോഴും വരെ ഫോണും വിളിക്കാൻ പറ്റിയല്ലോ. സൂര്യയോട് ചോദിച്ചു ഇവരറിയാം എന്നോട് താഴെ രാധയും ചോദിച്ചെന്നേ അയ്യോ ഈ പിള്ളേർ തന്നെ എത്ര ഇവിടെയൊക്കെ പോയെന്നൊക്കെ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു പോയെന്ന് പറഞ്ഞു. അച്ഛനും അമ്മയും ധൈര്യമായിട്ട് പറഞ്ഞു കിട്ടുന്നു. അതല്ല നമ്മുടെ അടുത്ത ട്രിപ്പ് എങ്ങോട്ടാന്നോ എങ്ങനെയാണെന്നൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. അതൊക്കെ പിന്നെ അതെ അടുത്ത ട്രിപ്പ് പോന്നോ എങ്ങനെ? എങ്ങനെ വേണേലും കുഴപ്പമില്ല. അങ്ങനല്ല, ലോറിയെ പോന്നോ? 60 ദാംകുട്ടി അച്ഛൻ അമ്മയും കൂടെ ലോലോയെ പറഞ്ഞു വിട്ടാക്കാം നമുക്ക്. വേണ്ടേ? അന്നേരം ഇവിടെ പോണ്ടേ? അങ്ങനെ അത് തന്നെയല്ല, ഞങ്ങൾ ഇവിടെ നിൽക്കുന്നുണ്ട്. വേണ്ടേ? നമുക്കേ ഈ തോക്കുമാരുടെ വണ്ടിയും കൊണ്ട് അതിലേക്ക് പോവാം. വേണ്ടേ? ആ വണ്ടിയുടെ പേരെന്ന് പറഞ്ഞേ, അതിന് ഒരു പേരിടണം, ഇനി എഴുതി വെക്കണം. അതല്ലേ ആംകുട്ടി പറഞ്ഞ പേര് വേണം എഴുതാൻ. എന്നാ ആ വണ്ടിയുടെ പേര്? തോക്കുമാരന്റെ വണ്ടി. തോക്കുമാരന്റെ വണ്ടി. തോക്കുമാരുടെ അല്ല, തോക്കുമാരന്റെ വണ്ടി. അപ്പം എന്നാ പിന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇവരുടെ യാത്രാനുഭവങ്ങളൊക്കെ ആയിട്ട് കാണാം. അതെ. അപ്പം അത് പക്ഷേ യാത്രാനുഭവങ്ങൾ ഉള്ളതൊക്കെ നമ്മുടെ പുത്തേട്ട് ഫാമിലി വ്ളോഗിലുണ്ട് കുറേ വീഡിയോസ്. അപ്പം അതിനെക്കുറിച്ചുള്ള എല്ലാം കൂടെ ഉള്ള ഒരു വീഡിയോ ആയിരിക്കും അടുത്തത്. അപ്പോൾ ഇവരുടെ യാത്രാനുഭവം എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഇത്രയും ദിവസം, അതും 14 ദിവസമായി മൊത്തം വീട്ടിൽ നിന്ന് പോയിട്ട്. അപ്പം അതിൽ എത്ര ദിവസം? 28 ദിവസം നിങ്ങൾ തന്നെയായിരുന്നു. 27 ദിവസം ബാക്കി ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയും ദിവസത്തെ യാത്രയുടെ കഥകളൊക്കെ നമുക്ക് കേൾക്കാം. ഇവര് വീഡിയോ എടുക്കാത്ത കഥകളൊക്കെ ഉണ്ടോ എന്ന് നമുക്കറിയാം. അറിയത്തില്ല. അതെ. അപ്പോൾ അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതെ.